കനത്ത മഴയിൽ കൊച്ചിയിലുണ്ടായ വെള്ളക്കെട്ടത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ NSK ഉമേഷ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട് ജോലികളാണ് നേരിട്ടെത്തി പരിശോധിച്ചത്. വെള്ളക്കെട്ടിന്റെ പ്രശ്നം നേരിടുന്ന സ്ഥലങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം കളയാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. മഴയിൽ നമുക്കൊരു 1.5 അവേഴ്സിനുള്ളിൽ തന്നെ 90% ഓഫ് ദ സിറ്റിയിൽ സ്ഥലങ്ങളിൽ വാട്ടർ റിസീഡ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ചില ഹോട്ട്സ്പോട്ട്സ് ഇനിയും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഹോട്ട്സ്പോട്ട്സ് ഇനിയും ഉണ്ട്. ലൈക്ക് വി ആർ സ്റ്റാൻഡിങ് ഇൻ ദ KSRTC സ്റ്റാൻഡ്, പിന്നെ സെൻറ്റ് വിൻസെൻ്റ് റോഡ്, പവർ ഹൗസ് ജംഗ്ഷൻ റോഡ്, ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷൻസ് ഉണ്ട്. സോ അവിടെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കൽ കൂടി ഐ എം വിത്ത് മൈ എൻറ്റയർ ടീം, കോർപ്പറേഷൻ സെക്രട്ടറി ഉണ്ട്, കോടതി അപ്പോയിൻറ്റ് ചെയ്ത അമിക്കസ് ക്യൂറി, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കോർപ്പറേഷൻ, ഞങ്ങളെല്ലാവരും വി ആർ ട്രൈങ് ടു ഈ നെക്സ്റ്റ്, ബിക്കോസ് ഇത് പ്രീ മോൺസൂൺ റെയിനാണ്, മോൺസൂൺ തുടങ്ങിയിട്ടില്ല. സോ മോൺസൂൺ മുന്നേ, ബിഫോർ ദ പ്രോപ്പർ മോൺസൂൺ സ്റ്റാർട്ട്സ്, വാട്ട് ഓൾ അർജൻറ്റ് ക്ലീനിങ് വർക്ക്സ് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക്സ് തുടങ്ങിയിട്ടുമുണ്ട്. മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു നഗരമാണ് കൊച്ചി. നേരത്തെ നിരവധി പദ്ധതികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, കോർപ്പറേഷന്റെ മറ്റു പദ്ധതികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിനൊരു ശാശ്വത പരിഹാരമായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇത് വലിയ വിഷയമായിരുന്നു. മാത്രമല്ല, ഇന്ന് ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ NSK ഉമേഷ് വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തിയത്. അതിൽ പ്രത്യേകിച്ചും ഈ BOTയുടെ, അതായത് ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ ഭാഗമായിട്ടുള്ള ജോലികളാണ് പ്രധാനമായും നോക്കിയത്. അതിൽ കൂടി ജോലികൾ തീരാനുണ്ട്. എന്നാൽ കളക്ടർ വ്യക്തമാക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടൊക്കെ ഉണ്ടായെങ്കിലും ആ കെട്ടിയ വെള്ളം 1.5 മണിക്കൂർ കൊണ്ട് ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞു. അത് ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ ഭാഗമായിട്ടുള്ള ജോലികൾ നടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഇനിയും ജോലികൾ തീരാനുണ്ട് എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്തായാലും മൺസൂണിന് മുമ്പ് അക്കാര്യത്തിൽ കുറെ കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. മാത്രമല്ല, 200ഓളം മേഖലകളിലാണ് ഈ ശുചീകരണ ജോലികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണവും കൃത്യമായി തന്നെ നടന്നു പോകേണ്ടതായിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ ഡ്രെയിനേജ് ഓവർഫ്ലോ ആയി വെള്ളം കൂടുതൽ റോഡുകളിലേക്കും മറ്റുമൊക്കെ ഇരച്ചെത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പ്രീ മൺസൂൺ മഴയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മൺസൂൺ ഘട്ടത്തിൽ ഒരു മഴയിലേക്ക് പോകുമ്പോൾ കളക്ടർ നേരിട്ടെത്തി അവിടുത്തെ ശുചീകരണ പ്രവൃത്തികളും എല്ലാം നേരിട്ടെത്തി പരിശോധിക്കുന്നുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും മൺസൂൺ എത്തുന്നതിന് മുൻപ് ഈ ശുചീകരണ പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ കൊച്ചിയുടെ അവസ്ഥ ഇതിലും മോശമാവുന്നതിൽ ഒരു സംശയവുമില്ല.